അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ربنا لا تجعلنا فتنة للذين كفروا واغفر لنا ربنا إنك أنت العزيز الحكيم. صدق الله العلي العظيم. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു മുംതഹിനയുടെ 5-ാമത്തെ ആയത്താണ് നമ്മളിവിടെ ഓതി വെച്ചത്. അള്ളാഹുവിനോടുള്ള ഒരു പ്രവർത്തന, അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ലാ തജ്അൽന ഫിത്നതൻ ലില്ലദീന കഫറു. ലാ തജ്അൽന, ഞങ്ങളെ നീ ആക്കരുതേ, ഫിത്നതൻ, ഒരു പരീക്ഷണമാക്കരുതേ, ലില്ലദീന കഫറു, സത്യനിഷേധികളുടെ മേൽ, സത്യനിഷേധികൾക്ക്, വഗ്ഫിർ ലന, ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഇന്നക, തീർച്ചയായും നീ, അൻതൽ അസീസുൽ ഹക്കീം, അജയ്യനും യുക്തിജ്ഞനുമാണല്ലോ. വളരെ കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാവുന്നതാണ്. വളരെ ചെറിയ ആയത്താണ്. പ്രാർത്ഥന ആയതുകൊണ്ട് തന്നെ നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുള്ള ചില വാക്കുകളൊക്കെ തന്നെ ഇതിൽ കടന്നു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ആയത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയെയും കൂട്ടരുടെയും മാതൃക, അതാണ് കഴിഞ്ഞ ആയത്തിൽ സൂചിപ്പിച്ചത്. അവിശ്വാസത്തിനെതിരെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരോട് ഞങ്ങൾ നിങ്ങളുമായി ബന്ധം സ്ഥാപിക്കുന്നവരല്ല എന്നും കൃത്യമായ നിലപാട് കാണിച്ചവരായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാമയും ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ കൂട്ടരും എന്നാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞു വെച്ചത്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പിതാവിന് വേണ്ടി റബ്ബിനോട് പാപമോചന പ്രാർത്ഥന നടത്തും എന്ന് പറഞ്ഞത് വിശ്വാസികൾക്ക് അനുകരണീയമല്ല എന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു വാക്ക് മാത്രമല്ലാത്ത ഒരു കാര്യം എന്നവിടെ പറഞ്ഞത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളിൽ അവർ അവസാനം വരെ നിലനിർത്തിയ കാര്യങ്ങളാണ് വിശ്വാസികൾ പിന്തുടരേണ്ടത്. അവർ ചെയ്തിട്ടുള്ള എന്നാൽ ഇടയ്ക്ക് വെച്ച് വർജിച്ച കാര്യങ്ങൾ അത് പിന്തുടരാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അതിൻ്റെ ഒരു പ്രാർത്ഥനയിലൂടെയാണ് ആ 4-ാമത്തെ ആയത്ത് അവസാനിപ്പിക്കുന്നത്. നിന്നിൽ ഞങ്ങൾ തവക്കുൽ ചെയ്യുകയും നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങുകയും അവസാനത്തെ മടക്കം നിന്നിലേക്കാണ് എന്ന് പറയുകയും ചെയ്യുന്നു. 5-ാമത്തെ ആയത്തും ഒരു പ്രാർത്ഥന തന്നെയാണ്. ഇവിടെ 2 പ്രധാന കാര്യങ്ങളാണ് പറയുന്നത്. ഞങ്ങളെ സത്യനിഷേധികൾക്കുള്ള പരീക്ഷണമാക്കരുതേ, അഥവാ സത്യവിശ്വാസികൾക്കെതിരെ കാഫിര്യങ്ങളായ ആളുകൾ, നിഷേധികളായ ആളുകൾ വിജയിച്ചു കഴിഞ്ഞാൽ സത്യവിശ്വാസികളെ അവർ പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും നിങ്ങൾ പറയുന്ന വിശ്വാസ കാര്യങ്ങളൊന്നും ശരിയല്ല എന്ന് വാദിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ അവിശ്വാസികൾ ദുസ്സഹമായ അക്രമ പീഡനങ്ങളിൽ പ്രയാസപ്പെടുത്തുമ്പോൾ ചില ആളുകൾ ദീൻ ഉപേക്ഷിക്കുന്ന അവസ്ഥയുണ്ടാകും. അതിനാൽ ഇത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടാക്കരുതേ എന്നാണ് ഈ പ്രാർത്ഥനയിലൂടെ ഇവിടെ അർത്ഥമാക്കുന്നത്. ഈ കാലഘട്ടത്തിലും വളരെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട, പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന തന്നെയാണ് വീഴ്ചകൾ പൊറുക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അവസാന ഭാഗവും അതിലുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിശ്വാസികൾക്ക് കൂടുതൽ സ്പേസ് കിട്ടുകയും അതല്ലെങ്കിൽ അതാണ് ശരി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള അവസ്ഥയൊക്കെ ഉണ്ടാകുകയും ചെയ്യും. എങ്കിലും എന്താണ് അതിൻ്റെ അവസാനം എന്നുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഗസയിലും ഫലസ്തീനിലുമൊക്കെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് വായിക്കാവുന്നതാണ്. അവിടെ യഥാർത്ഥത്തിൽ അവർക്ക് ഒരു സഹായമില്ല എന്ന് പറഞ്ഞാൽ പുറമേ നിന്ന് നോക്കിക്കാണുന്ന ചില ആളുകളെങ്കിലും അവിടെ അവിശ്വാസികളായ ആളുകളാണോ ശരി എന്ന് തോന്നിപ്പോകുമാറ് വിശ്വാസികൾ പ്രയാസത്തിൽ പെട്ടു നിൽക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവും.
ഇത് നമ്മുടെ നാട്ടിലും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെയും ഇത്തരത്തിലുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ട അല്ലെങ്കിൽ കടന്നു പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഇത്തരം പ്രാർത്ഥന നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. സത്യവിശ്വാസികൾക്ക് മേൽ അല്ലെങ്കിൽ സത്യവിശ്വാസികൾക്കെതിരെ ഞങ്ങളെ പരീക്ഷണ വസ്തുക്കളാക്കരുത്. റബ്ബന ലാ തജ്അൽനാ ഫിത്നത്തൻ ലില്ലദീന കഫറു എന്ന് നമ്മളും പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്ന് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ഈ ആയത്തിൻ്റെ അവസാനത്തിലേക്ക് കടക്കുമ്പോൾ ഞങ്ങളുടെ വീഴ്ചകൾ പുറത്തുതരണേ റബ്ബേ, നിന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഭൗതികമായ രീതിയിൽ നോക്കുമ്പോൾ തോൽവി എന്ന് തോന്നുമെങ്കിലും അതിലും എന്തെങ്കിലും യുക്തി കരുതി വെച്ചിരിക്കും എന്ന് തന്നെയാണ് വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെയും നാട്ടിലെയും ഒക്കെ അവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ട് ആദർശത്തിൽ അടിയുറച്ചു നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകളെ സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.